ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ ഇന്ന് നമ്മളുടെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് കാരക് എന്ന് വെച്ചാൽ കേസ് എന്താണ് എന്നതാണ്. നാമം സർവനാമത്തിൻ്റെ മറ്റ് വാക്യങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിനെയാണ് കാരക് എന്ന് നമ്മൾ പറയുന്നത്. 8 കാരകാണ് നമുക്ക് ഹിന്ദിയിൽ പഠിക്കാനുള്ളത്. നമുക്ക് ഓരോന്നോരോന്നായി ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാം. അപ്പോൾ ആദ്യത്തെ കാരകാണ് കർത്താ കാരക്. കർത്താവിനെ സൂചിപ്പിക്കുന്ന കാരകത്തെയാണ് കർത്താ കാരക് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയണമെങ്കിൽ റാം നെ മാര, അതിൽ ആരാണ് കർത്താവ്? റാമാണ് കർത്താവ്. റാം നെ മാര, റാം കൊന്നു. അപ്പോൾ ഇതിൽ പ്രവൃത്തി ചെയ്യുന്നതാരാണോ ആ വ്യക്തിയെ സൂചിപ്പിക്കുന്ന കാരകമാണ് കർത്താ കാരക്. അടുത്തത് രണ്ടാമത്തെ കാരക്, അതാണ് കർമ്മകാരക്. ഒരു വ്യക്തി ചെയ്യുന്ന കർമ്മത്തെയാണ്, ഒരു വാക്യത്തിൽ കർമ്മത്തെ സൂചിപ്പിക്കുന്നതിനെയാണ് കർമ്മകാരക് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ രാം നെ ശ്യാം കോ മാര, അവിടെ നടന്ന കർമ്മം എന്താണ്? രാം അവിടെ ശ്യാമിനെ കൊന്നു. റാം നെ ശ്യാം കോ മാര, ആരെയാണ് കൊന്നത്? ശ്യാമിനെയാണ് കൊന്നത്. അതാണ് ഇതിൽ നടന്നിരിക്കുന്ന കർമ്മം എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാരക്, അതാണ് കർണകാരക്. കർണകാരക് എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരികയാണ്. രാം നെ ശ്യാം കോ തൽവാർ സെ മാര, രാം ശ്യാമിനെ തൽവാർ കൊണ്ട് കൊന്നു. അപ്പോൾ എന്ത് യൂസ് ചെയ്താണ് അതിൽ രാം ശ്യാമിനെ കൊന്നത്? അപ്പോൾ തൽവാർ യൂസ് ചെയ്താണ് രാം ശ്യാമിനെ കൊന്നത്. പിന്നെ ഒരാൾ മറ്റൊരാളെ കൈകൊണ്ട് അടിച്ചു. അപ്പോൾ എന്ത് യൂസ് ചെയ്താണ് അടിച്ചത്? പുള്ളിക്കാരൻ അദ്ദേഹത്തിൻ്റെ കൈ ഉപയോഗിച്ചാണ് അടിച്ചത്. അങ്ങനെയുള്ള ശബ്ദത്തിനെ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് കർണകാരക് എന്ന് പറയുന്നത്. നാലാമത്തെ കാരകാണ് സമ്പ്രദാൻ കാരക്. സമ്പ്രദാൻ കാരക് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുക്കുന്നതിനെയാണ് സമ്പ്രദാൻ കാരക് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ രാം ശ്യാം കേലിയെ പുസ്തക് ലായ, രാം ശ്യാമിന് വേണ്ടി ഒരു പുസ്തകം കൊണ്ടുവന്നു. അതാണ് സമ്പ്രദാൻ കാരകിൻ്റെ എക്സാമ്പിൾ. അപ്പോൾ അഞ്ചാമത്തെ കാരക്, അതാണ് അബാദൻ കാരക്. അബാദൻ കാരക്കിൽ ഏറ്റവും കൂടുതലായി ഉപയോഗിച്ച് വരുന്ന ഒരു വാക്കാണ് സേ. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വൃക്ഷത്തിൽ നിന്നും ഫലം താഴെ വീണു, വൃക്ഷ സേ ഫൽ ഗിർത്താ ഹേ. പിന്നെ മേ ഗർ സേ ആത്താഹും. അതുപോലെ സേ ഉപയോഗിക്കുന്ന പദങ്ങളെയാണ് അബാദൻ കാരക് എന്ന് പറയുന്നത്. ആറാമത്തെ കാരക്, അതാണ് സംബന്ധ് കാരക്. ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് നമുക്കുള്ള ബന്ധത്തെ പറയുന്നതിനെയാണ് സംബന്ധ് കാരക് എന്ന് പറയുന്നത്. ബന്ധം പറയുമ്പോൾ നമ്മൾ കാ, കെ, കി ആ വേർഡ്സ് നമ്മൾ തീർച്ചയായിട്ടും യൂസ് ചെയ്തിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ രാം ശ്യാം കാ ബായ് ഹേ, രാം ശ്യാമിൻ്റെ ഭായ് ആണ്. രമ രാം കി ബഹൻ ഹേ, രമ രാമിൻ്റെ സഹോദരി ആണ്. രാം കെ ദോ ബായ് ഹേ, രാമിന് 2 സഹോദരന്മാർ ഉണ്ട്. ഏഴാമത്തെ കാരകാണ് അധികരൺ കാരക്. അധികരൺ കാരക് എന്ന് പറയുമ്പോൾ അത് ആധാരത്തെ സൂചിപ്പിക്കുന്നതാണ്. എന്തിൻ്റെ മേലാണ് എന്തിൻ്റെ ആധാരം? എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കിതാബ് മേസ് പർ ഹേ, കിതാബ് എവിടെയാണ്? മേശയിലാണ്. രാം അപ്പനെ ഘർ മേ ബൈഠാ ഹേ, രാം എവിടെയാണ് ഇരിക്കുന്നത്? സ്വന്തം വീട്ടിലാണിരിക്കുന്നത്. അടുത്തത് രാം കുർസി പർ ബൈഠാ ഹേ, രാം എവിടെയാണ് ഇരിക്കുന്നത്? കുർസിയിലാണ് ഇരിക്കുന്നത്. അതിനെയാണ് അധികരൺ കാരക് എന്ന് പറയുന്നത്. ഏറ്റവും അവസാനത്തെ 8ാമത്തെ കാരകാണ് സംബോധൻ കാരക്. നമ്മളൊരാളെ സംബോധന ചെയ്യുവാൻ, അല്ല എങ്കിൽ നമ്മളൊരാളെ വിളിക്കുവാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കാരകാണ് സംബോധൻ കാരക് എന്ന് പറയുന്നത്. ഹേ ബായ്, ഹേ ഭഗവാൻ, അരേ മിത്ര, അരേ യാർ, അതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾ. അപ്പോൾ കുട്ടികളെ ക്ലാസ് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.